യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം നമുക്കൊരാൾക്ക് വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടി അടച്ച് എല്ലാ തലകളും ഇന്ന് രാത്രി ദൈവസന്നി വണക്കി, കർത്താവേ അങ്ങനോട് സംസാരിക്കണമെന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് അല്പസമയം എല്ലാവരും ഉടമന ഹതുരി ഘടകസിയ ഒരു പ്രാസംഗന്റെ കഴിവല്ല, പ്രസംഗത്തിൻ്റെ മിടുക്കല്ല, വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മൺകൂടാരങ്ങൾ വെളിപ്പെടുവാൻ ആത്മശക്തി പ്രാപിച്ച ദൈവമക്കൾ അല്പസമയം കൂടി ആ 2 കരങ്ങളൊന്ന് ചേർത്തടിച്ച് ആമേ പരിശുദ്ധാത്മാവിനെ കമോൺ എല്ലാവരും വൈശ്വസിയാര നികരകതുരികടകസിയേ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ റബക്ഷസി എപിനേസരേ ആ ഇതുവരെയിൽ ഓ ഉദവി നീരേ ആ എപിനേസരേ ആ ഇതുവരെയിൽ ഉദവി നീരേ അയ്യ ഇതുവരെയിൽ ഉദവി നീരേ ഇതുവരെയിൽ ഉദവി നീരേ ഉമ്മൈ മുഴു உள்ளத்தோடு ஆராதிப்பேன், முழுபலத்தோடு அன்பு கூறுவேன். ஆராதனை 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 ஓ ஆராதனை ஆராதனை ആരാധന ആരാധന ആ കരമടിച്ച് പാടിയാട്ടെ. ഓ എല്ലോഹി എല്ലോഹി എന്നെ കണ്ടീരേ നന്ദി അയ്യാ. ഓ എല്ലോഹി എല്ലോഹി എന്നെ കണ്ടീരേ നന്ദി അയ്യാ. എന്നെ കണ്ടീരേ നന്ദി അയ്യാ. ആമേ എന്നെ കണ്ടീരേ നന്ദി അയ്യാ. ഉമ്മൈ മുഴു ഉള്ളത്തോട് ആരാധിപ്പേ, മുഴുബലത്തോട് അൻപ് കൂറുവേ. ആരാധന ആരാധന ഓ ആരാധന ആരാധന ഓ ആരാധന 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 അൻപ് കൂറുവേ. ഇന്നും അധികമായി ആരാധിപ്പേ, ഇന്നും ആർവമായി അൻപ് കൂറുവേ. ഇന്നും അധികമായി ആരാധിപ്പേ, ഇന്നും ആർവമായി ഉമ്മൈ മുഴു ഉള്ളത്തോട് ആരാധിപ്പേ, മുഴുബലത്തോട് അൻപ് കൂറുവേ. ആരാധന 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 കരമണി ശക്തിയോട് ഓ ആരാധന 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 വൈശാരീമാനാര ശൈലാനാര വൈഡാരീമ ശൈലാര വൈഡകരാജക ദൂരകടാരക എല്ലാ കരമടിച്ച് അല്പസമയം കൂടി ദൈവജനം ദൈവത്തെ ആരാധിക്കട്ടെ. കോടിക്കണക്കിന് ദൈവദൂതന്മാർ ആരാധിക്കുന്ന, 1000 സറാബുകൾ ആരാധിക്കുന്ന, 24 മൂപ്പന്മാരും 4 ജീവികളും ആരാധിക്കുന്ന, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ 2 കൊണ്ട് മുഖം മൂടി 2 ചിറകൾ കൊണ്ടടിച്ച് അതരകടകസി അന്തരാധന 2 കൊണ്ടവർ പാദം മൂടി ആത്മാവിനവർ ആരാധിച്ചപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായി ഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തു വിളിച്ചപ്പോൾ ഉമ്മര പടികട്ട് അടിസ്ഥാനം കുലുങ്ങി ആലയം പുകകൊണ്ട് നടന്നെങ്കിൽ യേശുവേ ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് ദൈവം സംസാരിക്കുന്നതിനെ നന്ദി, അങ്ങനെ ശബ്ദം കേൾപ്പിക്കുന്നതിനെ നന്ദി, ആത്മാവിന്റെ വലിയ വ്യാപാരം വെളിപ്പെടുകയാൽ നന്ദി. ഇന്ന് രാത്രിയിൽ ചില പാപികൾ ദേശത്ത് മാനസാന്തരപ്പെടാൻ, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, ചില രോഗികൾ സൗഖ്യം പ്രാപിപ്പാൻ, ചില ഭൂതങ്ങൾ ഇന്ന് രാത്രി അടറിയോടുവാൻ, എല്ലാ നാമത്തിനു മേല യേശുവിൻ നാമ ഈ പാലേലിയിൽ മഹത്വപ്പെടാൻ, അതിന് വിരോധമായി ഉയർന്നു വരുന്ന
എല്ലാ മാനുഷിക പൈശാചിക ശക്തികളെ നസ്രേനാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു സൈന്യം നിന്റെ നേരെ പാളയം ഇറങ്ങിയാൽ നിന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. യുദ്ധം നേരിട്ടാൽ നീ നിർഭയമായിരിക്കും. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴുമെങ്കിലും നിന്നോട് അടുത്തു വരികയില്ല എന്നരുളി ചെയ്ത നസ്രേനാം യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിൽ സകല പ്രതികൂലങ്ങളെ ഞങ്ങൾ ആത്മാവിൽ അതിർവരമ്പ് കൽപ്പിക്കുകയാണ്. അവിടുത്തെ നാമം ഇന്ന് രാത്രി മഹത്വപ്പെടും. എല്ലാ മഹത്വ പുകഴ്ച ബഹുമാനങ്ങൾക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷകളോടെ ഈ രാത്രിയിലും ദൈവവചനത്തിന്റെ മുമ്പിൽ നമുക്കായിരിക്കാം. ഒരു നീണ്ട പ്രസംഗമല്ല ഇന്ന് രാത്രി കേൾക്കുന്നത്, ഒരു ചെറിയ പ്രസംഗമാണ് കേൾക്കുന്നെങ്കിൽ ഒരു വലിയ വിടുതൽ ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ചെറുതായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നെങ്കിൽ ഒരു വലിയ ആത്മാവിന്റെ പകർച്ച ഇന്ന് രാത്രി കണ്ട് ഇവിടം വിട്ട് ഇന്ന് രാത്രി നമ്മൾ മടങ്ങുവാൻ പോകുക. പ്രിയമുള്ളവരെ, വടി നീട്ടുവാൻ ഒരു മോശയുണ്ടെങ്കിൽ ആഴിയെ പിളർക്കുന്നൊരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രാർത്ഥിപ്പാൻ ഒരുക്കമുള്ളൊരു ഏലിയാവ് കർമ്മേലുണ്ടെങ്കിൽ ഏലിയാവിന് വേണ്ടി തീയിറക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആമെ. കേൾക്കുവാൻ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ഒരു ശമൂവേൽ ബാലൻ ദേവാലയത്തിനകത്തുണ്ടെങ്കിൽ അവനോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഈ രാത്രിയിൽ ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. വല വീശുവാൻ കഴിയുന്ന ഒരു പത്രോസ് ഇന്ന് രാത്രി ഈ സഭയാം പടകിനകത്തുണ്ടെങ്കിൽ അവന്റെ വലയ്ക്കകത്ത് പെരുത്തമീൻ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു യേശുനാഥൻ ഇതിനകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ആ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ട്. വൈഡാര, നിന്റെ ശൂന്യതകൾ ഇന്ന് രാത്രി മാറ്റുവാൻ, നിന്റെ പ്രശ്നത്തിന് ഇന്ന് രാത്രി പരിഹാരം തരാൻ തേജസ്സിന്റെ ദൈവം ഇന്ന് രാത്രിയിൽ ആമ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവജനത്തിനാ ഞാൻ ദൈവത്തിന് ഇന്ന് രാത്രി അതരങ്ങളെ തുറന്ന് ആത്മാവിൽ നന്ദി പറയുകയാണ്. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിപ്പാനിടയായി. ആമേ. 1 യോഹന്നാൻ 1:2-26 ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യജീവനാണ്. പറഞ്ഞാട്ടെ. ഒന്ന് അടുത്തിരിക്കുന്ന മരണ വീട്ടിയിരിക്കും പോലെ ഇരിക്കുക. സ്വോത്രം ചെയ്താട്ടെ. ആമേ. ഓ, സ്വോത്രം ചെയ്താട്ടെ. ഒരു സന്തോഷവും ഇല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേ. ദൈവമക്കൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന സ്ഥലം ദൈവത്തിന്റെ സന്നിധിയാ. ബൈബിൾ പറയുന്നു, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയോ നിന്റെ വലത്തു ഭാഗത്ത് എന്ന് പ്രമോദങ്ങളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചു. ആമേ. പ്രൈസ്. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ. ഏറ്റവും വലിയ അനുഗ്രഹം 2 നില വീടല്ല. ഏറ്റവും വലിയ അനുഗ്രഹം BMW കാറല്ല. ഏറ്റവും വലിയ അനുഗ്രഹം ആമേ. പ്രൈസ് ദി ലോർഡ് അമേരിക്കയുടെ സിറ്റിസൺ അല്ല. ഏറ്റവും വലിയ അനുഗ്രഹം ഓസ്ട്രേലിയയുടെ PR അല്ല. ഏറ്റവും വലിയ അനുഗ്രഹം നിത്യജീവൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഏറ്റവും വലിയ ജീവിതം ആമേ. നിത്യജീവൻ പ്രാപിക്കുക. നീ ഒരു പക്ഷെ വാരി ഉണ്ണേണ്ട സ്ഥാനത്ത് കോരി കുടിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഡൂറോഫ്ലാക്സിന്റെ മെത്തയിൽ കിടക്കുന്നതിന് പകരം നീ കീറിയ ചാക്കിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ, എടുത്തു പറയത്തക്ക ആമേ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ നിനക്കില്ല എങ്കിൽ ഇന്ന് രാത്രി പേർ വിളിക്കും നേരം നിന്റെ പേരും ഉണ്ടെങ്കിൽ നിന്നെ പോലെ വേറൊരു ഭാഗ്യമുള്ള വ്യക്തി ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആ ദൈവത്തെ സ്തുതിച്ചാട്ട്. നിന്നെ പോലെ ഭാഗ്യമുള്ള ഒരു വ്യക്തി വേറെ ആരുമില്ലെന്ന് യേശുവിൻ നാമം ഇന്ന് രാത്രി ഇവിടെ ഉയരട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചു ഇതിന്റെ എഴുത്തുകാരനാണ് അവസ്ഥാമേ. വേദപുസ്തകത്തിലൂടെ നമ്മൾ ചിന്തിച്ചു സെബദിയുടെ മക്കളിൽ ഒരുവനായ യോഹന്നാൻ. യോഹന്നാൻ വേദപുസ്തകത്തിൽ 5 പുസ്തകങ്ങൾ എഴുതി. 1 യോഹന്നാന്റെ സുവിശേഷം, 2 യോഹന്നാന്റെ 3 ലേഖനങ്ങൾ, ആമേ 5-ാമത്തെ പുസ്തകമായ വെളിപ്പാട്. ആമേ ഈ 3 പുസ്തകങ്ങൾ, 1 ആമേ സുവിശേഷം, 2 ലേഖനങ്ങൾ, ആമേ 3 വെളിപ്പാട് അഥവാ പ്രവചനം. സ്തോത്രം ചെയ്താട്ടെ. ഈ 3 പുസ്തകത്തിലൂടെ യോഹന്നാൻ 3 ക്രിസ്തുവിനെ വരച്ചു കാണിച്ചു. അവൻ തന്റെ ആമേ സുവിശേഷത്തിലൂടെ യോഹന്നാൻ ഇന്നലെയുടെ ക്രിസ്തുവിനെ വരച്ചു കാണിച്ചു. തന്റെ ലേഖനത്തിലൂടെ യോഹന്നാൻ ഇന്നത്തെ ക്രിസ്തുവിനെ വരച്ചു കാണിച്ചു. തന്റെ ആമേ പ്രവചനത്തിലൂടെ വെളിപ്പാടിലൂടെ യോഹന്നാൻ നാളെയുടെ ക്രിസ്തുവിനെ വരച്ചു കാണിച്ചു. ഒരു സ്തോത്രം ചെയ്താട്ടെ. യേശു അവൻ ഇന്നലെയും അവൻ ഇന്നും അവൻ എന്നേക്ക് അനന്യനായ ദൈവമാണ്.
ഇന്നലത്തെ ക്രിസ്തുവാരാണ്? യോഹന്നാനിലൂടെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഇന്നലത്തെ ക്രിസ്തു കണ്ടാലും ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഇന്നലെയുടെ ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 1:29 ആമേ നമ്മളത് വായിച്ചു. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പാലേലി ദേശമേ, ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ആരാണെന്ന് ഇന്നലെ രാത്രി കേട്ടോ. അവൻ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു. സ്വോത്ര. ഇന്നത്തെ ക്രിസ്തു ആരാണ്? ഇന്നത്തെ ക്രിസ്തു വായിച്ച് ആമേ 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ഇന്നത്തെ ക്രിസ്തു ആരാണ്? ആമേ നാളത്തെ ദിവസം എനിക്കുള്ളതല്ലാത്തത് കൊണ്ട് ഇന്നും ആമേ രാത്രിയിൽ ഇന്നത്തെ ക്രിസ്തുവിനെ നാളത്തെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി പോകാൻ കർത്താവ് ഞാൻ ശരണപ്പെടുകയാണ്. വായിക്കാം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുവൻ പാപം ചെയ്തു എങ്കിലോ, കണ്ടോ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്നത്തെ ക്രിസ്തു അവൻ മധ്യസ്ഥനായ ക്രിസ്തു. കരമുയർത്തി മിണ്ടുന്നില്ല. സ്വോത്രം ചെയ്താട്ടെ. ഇന്നത്തെ ക്രിസ്തു അവൻ കാര്യസ്ഥനായ ക്രിസ്തു. ഇന്നത്തെ ക്രിസ്തു അവൻ മധ്യസ്ഥനായ ക്രിസ്തു. വേദപുസ്തകം പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ, അത് യേശു ക്രിസ്തു തന്നെ. ഇന്ന് രാത്രി മധ്യസ്ഥൻ അമ്മയല്ല, മധ്യസ്ഥൻ കൊച്ചപ്പനല്ല, മധ്യസ്ഥൻ കുഞ്ഞമ്മയല്ല, മധ്യസ്ഥൻ യേശുവാണ്. കരങ്ങൾ അടിച്ച് അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനുഷ്യർക്ക് ദൈവത്തിന് മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ, അത് നസ്രയത്തുകാരനായ എന്റെ യേശുവാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവല്ലാതൊരു മധ്യസ്ഥനില്ല. യേശുവിന്റെ അടുക്കൽ പോകാൻ നീ വേറെ ആരെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ അപ്പന്റെ അടുക്കൽ പോകാൻ നീ അയൽവക്കത്തുള്ള ചേട്ടനെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ബൈബിൾ പറയുന്നു, അതുകൊണ്ട് കൃപ ലഭിപ്പാൻ തത്സമയ വിടുതലിന് വേണ്ടി ഏത് സമയത്ത് കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ അവൻ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട പുതുവഴികൾക്കായി ഞാൻ ദൈവത്തിന് ഈ രാത്രി നന്ദി പറയുകയാണ്. ഇന്ന് രാത്രിയിലും ഇതിനകത്ത് വരാൻ നമുക്ക് കഴിഞ്ഞത് നമ്മുടെ മാത്രം കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയല്ല, നമ്മുടെ ആത്മീയതയുടെ തികവല്ല. ആമേ, 2026 സഹോദര സഹോദരിയെ നീ കണ്ടെങ്കിൽ അത് നിന്റെ മാത്രം ക്വാളിറ്റി അല്ല. നീ ഫലം കായ്ക്കാതിരുന്നപ്പോൾ നിന്നെ വെട്ടിക്കളയുവാൻ പലപ്പോഴും ആമേ വാളെടുത്തെങ്കിൽ ഒരു മധ്യസ്ഥൻ പറഞ്ഞില്ല, ഈ 2026 കൂടെ നിൽക്കട്ടെ, എന്തെങ്കിലും ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച ഒരു മധ്യസ്ഥൻ ഉണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശുവാകയാൽ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാനും ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, ആമേൻ, ഞാൻ ഉൾപ്പെടെ ഇതിനകത്ത് ഇന്ന് രാത്രി നിൽക്കാൻ കാര്യം എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന ഒരു ദൈവം. ഒരു സ്തോത്രം ചെയ്താട്ടെ. ഇസ്രായേലിന്റെ പരിപാലകൻ ബൈബിൾ പറയുന്നു, അവൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല. ഹല്ലേലൂയ. മടങ്ങി വരാ. അവൻ ഇന്നത്തെ ക്രിസ്തു അവൻ മധ്യസ്ഥനായ ക്രിസ്തു. അവൻ നാളത്തെ ക്രിസ്തു ആരാണ്? അവൻ വെളിപ്പാട് പുസ്തകം വേഗത്തിൽ വായിച്ചു മുന്നോട്ട് പോകാം. 22-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. നാളത്തെ ക്രിസ്തു ആര്? ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. നാളത്തെ ക്രിസ്തു ആരെന്ന് ചോദിച്ചാൽ, നാളത്തെ ക്രിസ്തു അവൻ തനിക്കായി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്ന ക്രിസ്തു. കരമടിച്ച് ആ ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിച്ചാട്ടെ. വൈഡാരാജ ശന്തര പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രികാല യേശുവിന്റെ വരവിനെ പറ്റി കേൾക്കുമ്പോൾ ആത്മാവിൽ സന്തോഷമുള്ള എത്ര ദൈവമക്കൾ ഈ രാത്രി ഇതിനകത്തുണ്ട്, അവരെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. വേഗം വരുന്നവനായ ക്രിസ്തു. ആമേൻ. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുൻപ് ഒരു കന്യക മറിയത്തിലൂടെ ഈ ഭൂമിയിൽ ജനിച്ച് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ് മാതൃക കാണിച്ചു തന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും
ദൈവത്തിന്റെ പുത്രൻ എന്ന് തെളിയിച്ച് വേദപുസ്തകം പറയുന്നു, പെന്തിയോസ് പീലാത്തോസിന്റെ കോടതിയിൽ വിധിക്കപ്പെട്ട് യാതൊരു തെറ്റും ചെയ്യാതെ തന്നെ യേശുക്രിസ്തു വിധിക്കപ്പെട്ടു. കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിച്ചു, യേശു പാപി അല്ലേ ആയിരുന്നു? യേശു പാപി അല്ലേ? അല്ല. ആമേ, ഒരു തെറ്റും ചെയ്യാത്ത യേശുവിന് ബൈബിൾ വായിക്കുന്നു, ആമേ, റോമ സാമ്രാജ്യം യഹൂദ മതവും കൂടെ ചേർന്ന് ബൈബിൾ വായിക്കുന്നു 4 കോടതികളിലായി 5 പ്രാവശ്യം ആമേ വിധിച്ച് യാതൊരു കുറ്റവും ഇല്ലാതിരുന്നിട്ട് വേദപുസ്തകം പറഞ്ഞ യേശുവിനെ ആമേ ക്രൂശിക്കുവാൻ വേണ്ടി പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, യേശു കർത്താവ് ആമേ നമുക്ക് വേണ്ടി മരിക്കുവാൻ അവൻ തയ്യാറായതാ. ഒരു സ്തോത്രം ചെയ്താട്ടെ. യേശുവിനെ ആരോ കൊന്നതല്ല, യേശു ആത്മഹത്യ ചെയ്തതല്ല, യേശു എനിക്കും നിനക്കും വേണ്ടി മരിക്കുവാൻ തയ്യാറായതാണ്. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ ഇന്ന് രാത്രി. അതുകൊണ്ടാണ് അവൻ താഴത്തെ, നമ്മൾ സമയമില്ല, അവൻ 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിന്റെ അടുത്ത ഭാഗത്തിൽ പറയുന്നു, സകല മനുഷ്യന്റെ പാപത്തിനു വേണ്ടി യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി. സകല മനുഷ്യരുടെ പാപങ്ങളെ താൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി അവൻ വഹിക്കുവാൻ തയ്യാറായി. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്കൊരു പാപമോചനം ലഭിച്ചു. ഹല്ലേലൂയ. വേദപുസ്തകം പറഞ്ഞ യേശുവിന് രക്ഷപ്പെടാൻ അനവധി മാർഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരിടത്തു പോലും യേശു രക്ഷപ്പെടാൻ ഒരു സാധ്യതകളും യേശു നോക്കിയില്ല. ഗദസമന മുതൽ യേശു ഗബദ വരെ, ഗബദ മുതൽ യേശു ഗോൽഗോഥ വരെ ബൈബിൾ വായിക്കുന്നു, നമുക്ക് വേണ്ടി അവൻ അടികൊള്ളുവാനിടയായി, നമുക്ക് വേണ്ടി അവൻ നിന്ദിക്കപ്പെടാനിടയായി, നമുക്ക് വേണ്ടി അവൻ പരിഹസിക്കപ്പെടാനിടയായി, നമുക്ക് വേണ്ടി അവൻ ആക്ഷേപിക്കപ്പെടാനിടയായി. ബൈബിൾ വായിക്കുന്നവന്റെ തലയിൽ അവർ മുൾക്കിരീടം അടിച്ചു കയറ്റി, അവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ടവർ കുത്തി, അവന്റെ കൈകാലുകളിൽ അവൻ നീണ്ട ഇരുമ്പാണി അടിച്ചു കയറ്റി, അവന്റെ ശരീരത്തെ ഉടവ് ചാലുകൾ പോലെ കീറി, അവന്റെ കന്നത്തവർ അടിച്ചു, അവന്റെ മുഖത്തെ രോമത്തെ അവർ പറിച്ചെടുത്തു, അവന്റെ മുഖത്ത് ബൈബിൾ പറയുന്നു തുപ്പി. ഇതെല്ലാം യേശുവിനെ ഇതാ റോമൻ പടയാളികൾ ചെയ്യുമ്പോൾ യേശു തിരിഞ്ഞു പറയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുകയാണ്. കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് യേശുവിന് വിരോധമായി കള്ളക്കുറ്റങ്ങൾ ചുമത്തി. എല്ലാവർക്കും മനസ്സിലായി ഇത് കള്ളക്കുറ്റമാണ്. എങ്കിലും യേശു പറഞ്ഞില്ല അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് യേശു പറഞ്ഞില്ല. കാര്യമെന്ത്? പ്രവാചകൻ പറയുന്നു, രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശു മിണ്ടാതെയിരുന്നു. എന്തുകൊണ്ട്? യേശു സംസാരിച്ചിരുന്നെങ്കിൽ യേശുവിന്റെ തലയിലെ ഒരു രോമത്തെ പോലെ തൊടാൻ റോമ സാമ്രാജ്യത്തിനോ യഹൂദ മതത്തിനോ കഴിയത്തില്ല. പീലാത്തോസ് വന്നിട്ട് യേശുവിനോട് വന്ന് പറയാണ്, യേശുവേ, നിന്നെ രക്ഷിക്കാന് നിന്നെ ശിക്ഷിക്കാന് എനിക്ക് അധികാരമുണ്ടെന്ന് പറയുമ്പോൾ യേശു പറഞ്ഞ, പീലാത്തോസേ, അത് നിന്റെ മനസ്സിലിരിപ്പ, അത് നിന്റെ കൊച്ചു ബുദ്ധി തോന്നിയ ശൂന്യതയാ. ഉയരത്തിൽ നിന്ന് ഒരധികാരം നിനക്ക് തരാതിരുന്നെങ്കിൽ എന്റെ മേൽ നിനക്കൊരധികാരം ഇല്ല എന്ന് പറയാൻ മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ പിതാവാം ദൈവം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, ശാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്റെ രക്തത്തിലൂടെ എന്നെയും നിന്നെയും വീണ്ടെടുത്ത് നിത്യരാജ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി പിതാവാം ദൈവം യെശയ്യാ 54:10 പറയുന്നു, അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നുവാൻ ഇടയായി. കരമുയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ബൈബിൾ വായിക്കുന്നു, യേശുക്രിസ്തുവിനെ അടിച്ച് ബൈബിൾ വായിക്കുന്നു ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. തലയോടമെന്ന് അർത്ഥമുള്ള ഗോൽഗോഥയിലേക്ക് വേദപുസ്തകം പറഞ്ഞ ഒരു പച്ച പൈമര കുരിശുമെന്ന് പിച്ച വെച്ചറിയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എന്റെ യേശു വീണും എണീറ്റും പോകുമ്പോൾ ഒരു കൂട്ടം അമ്മമാരും ഒരു കൂട്ടം കുഞ്ഞുങ്ങളും യേശുവിന്റെ വിരിമാർവിലൂടെ ഒഴുകുന്ന ആ രക്തപ്രവാഹം കണ്ട് അവർ വാവിട്ട് നിലവിളിക്കുകയാണ്, അല്ലയോ യേശുവേ, അങ്ങയ്ക്കിത് സംഭവിച്ചല്ലോ. ഷാരോനിലെ പനിനീർ പുഷ്പമായ, താഴ്വരകളുടെ ഇടയിലെ താമരപ്പൂവായ, ചെറുമുള്ളുകളുടെ ഇടയിലെ ചെറു നാരകമായ, ആരും കണ്ടാൽ ആഗ്രഹിക്കാത്ത കോമളരൂപിയായ എന്റെ യേശു കർത്താവ് ബൈബിൾ പറയുന്നു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപമായി തീർന്നിരിക്കുകയാണ്. യേശുവിനെ നോക്കി കരയുന്ന സഹോദരിമാരെ നോക്കി യേശു പറഞ്ഞില്ല, അല്ലയോ സഹോദരിമാരെ, നിങ്ങൾ ഉറക്കെ കരഞ്ഞോ, ഞാൻ നിങ്ങളോട്
അവനോട് ഉറക്കെ സ്തോത്രം പറയാൻ പറഞ്ഞതുപോലെ യേശു പറഞ്ഞില്ല, ഉറക്കെ കരഞ്ഞു. നിങ്ങൾ എല്ലാവരും കൂടെ ഒരു അപേക്ഷ എഴുതി റോമൻ ഗവർണറായ പീലാത്തോസിന്, യഹൂദ രാജാവായ ഹെരോദാവിനും ഒപ്പിട്ട്, നിങ്ങളെല്ലാം ഒപ്പിട്ട് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കൊടുക്ക് എന്ന് യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞു, യേശു പറഞ്ഞു, സഹോദരിമാരെ, സഹോദരിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട കേട്ടോ, നിങ്ങൾ എന്നെ ചൊല്ലി കഞ്ഞി വീത്തണ്ട കേട്ടോ, നിങ്ങൾ എന്നെ ചൊല്ലി പട്ടിണി കിടക്കണ്ട കേട്ടോ, അവൻ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. ഇവരൊക്കെ എന്നെ എന്തൊക്കെ ചെയ്താല് ഒരു മൂന്നാമത്തെ ദിവസം ഉണ്ടെങ്കിൽ ഈ മന്ദിരത്തെ പൊളിപ്പി 3 ദിവസത്തിനകം ഞാനതിനെ പണിയാമെന്ന് പറഞ്ഞ കർത്താവ് വിളിച്ചു പറഞ്ഞു. ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവി. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കുക? അന്നാളിൽ മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവേ, കുന്നുകളെ ഞങ്ങളെ മൂടുവനെന്ന് പറയുക. അന്ന് പ്രസവിക്കാത്ത ഉദരങ്ങള്, കുടിപ്പിക്കാത്ത മുലകള് ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന ഒരു കാലം വരാൻ പോകുക. ഇന്ന് ആ കാലം സംഭവിച്ചു കൊണ്ടിരിക്കുക. യുവത്വത്തിൽ മൊട്ടിടുന്ന അനവധി സുന്ദര സ്വപ്നങ്ങൾ ഇന്ന് കഞ്ചാവിനും മയക്കുമരുന്നിന്, ലഹരി പദാർത്ഥങ്ങളില്, മൊബൈൽ ഫോണിന്, കമ്പ്യൂട്ടറിന് അടിമകളായി തീർന്നുകൊണ്ടിരിക്കുക. മാതാപിതാക്കൾ ആലയത്തിൽ വന്ന് ആരാധിക്കുമ്പോൾ തലമുറകൾ ക്ലബുകളില്, തലമുറകൾ മദ്യശാലകളില്, തലമുറകൾ പാപപ്രവർത്തികളില്. ഇന്ന് രാത്രി മാതാവേ, പിതാവേ, നീ അയൽവക്കക്കാരന്റെ വീട്ടിലെ രഹസ്യമല്ല നോക്കേണ്ടത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയാൻ നീ തയ്യാറാകും. മനസ്സിലാക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ പോലും തലമുറകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. യേശു പറഞ്ഞതായ സുവിശേഷം ഇന്ന് സത്യമായി നിറവേറിക്കൊണ്ടിരിക്കുക. പ്രവാചകൻ പറയുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരും എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവന്റെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്റെ ജനം എന്നെ അറിയുന്നില്ലെന്ന്. ദൈവത്തെ അറിയാത്ത മനുഷ്യ, സൃഷ്ടിതാവിനെ ആരാധിക്കേണ്ടതിന് പകരം സൃഷ്ടിയെ ഭജിക്കുന്ന മനുഷ്യ, ഈ സുവിശേഷ യോഗത്തിന്റെ 2ാമത്തെ രാത്രിയിൽ നീ യേശുവിങ്കിലേക്ക് മടങ്ങി വരാൻ തയ്യാറാക. മനസ്സിലാകുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. യേശു പറഞ്ഞ മക്കൾക്ക് വേണ്ടി കര, മക്കൾക്ക് വേണ്ടി കര, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കര. നീ സന്ധ്യപ്രാർത്ഥനയ്ക്ക് പായിട്ടിരിക്കുമ്പോൾ മൊബൈലും കുത്തിയിരിക്കുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കര. സ്തോത്രം ചെയ്താട്ടെ. ട്യൂഷനും എക്സ്ട്രാ ക്ലാസ് എന്നും പറഞ്ഞ് കോവളത്തും ശംഖുമുഖത്തും കൂടി മീസ്യത്തും കൂടി പാഞ്ഞു നടക്കുന്നതിന്റെ തലമുറയ്ക്ക് വേണ്ടി കര. അർദ്ധരാത്രിയിലും വീട്ടിൽ വരാതെ കൂട്ടുകാരോടൊരുമിച്ച് കറങ്ങുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കര. വീട്ടിനകത്ത് കയറി വാതിലടച്ചാൽ, രാവിലെ 10 മണിക്ക് വാതിലടച്ചാൽ പിറ്റേ ദിവസം 10 മണി വരെ അതിനകത്തിരുന്ന് സകല പാപവും ചെയ്യുന്ന നിന്റെ തലമുറയ്ക്ക് വേണ്ടി കര. മനസ്സിലാക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചുമ്മാതെ പറയുന്നതല്ല, ആയിരങ്ങളുടെ അനുഭവങ്ങൾ കണ്ടും കേട്ടും പ്രാർത്ഥിച്ചും പ്രസംഗിക്കുക. ഈ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരയേണ്ടത് ആവശ്യമാണ്. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ സുവിശേഷ യോഗത്തിലൂടെ തലമുറയ്ക്ക് വേണ്ടി കരയാൻ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി തയ്യാറാകുന്നു. യേശുവിന്റെ നാമത്തിൽ. വിഴിഞ്ഞത്ത് നമ്മൾ കണ്ടില്ലേ, ഒരു ബാറിൽ 2 ചെറുപ്പക്കാർ, 2 സഹോദരങ്ങൾ, ഒരു മധ്യസ്ഥത വഹിക്കാൻ പോയവനെ കൊന്ന ചരിത്രം നമ്മൾ വായിച്ചില്ലേ? ഇന്ന് നമുക്കറിയാം, എലിയെ കൊല്ലുന്നത് പോലെ, പാറ്റയെ കൊല്ലുന്ന പോലെ, ദേഹത്ത് വന്ന് കുത്തിയിരിക്കുന്ന കൊതുകിനെ അടിച്ചു കൊല്ലുന്ന പോലെ മനുഷ്യനെ ഇത് അവിടെയും ഇവിടെയും ഇട്ട് നിസ്സാരമായി കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സുവിശേഷത്തിന്റെ വാക്ക് നിവർത്തിയായി കൊണ്ടിരിക്കുക. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബൈബിൾ വായിക്കുന്ന യേശുവിനെ തലയോടമെന്നർത്ഥമുള്ള ഗോൽഗോഥയിൽ കൊണ്ടുചെല്ലുന്നു. വേദപുസ്തകം പറയുന്നു, യേശുവിന്റെ ശരീരത്തിൽ ആണികൾ അടിച്ച് ക്രൂശോട് ചേർത്ത് അവനെ
അവിടെ ക്രൂശിക്കുകയാണ്. ബൈബിൾ പറയുന്നത് ഏകദേശം 6 മണി മുതൽ 9 മണി വരെ ദേശത്ത് ഇരുട്ടുണ്ടായപ്പോൾ 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മാ ശബക്താനിയ, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഉറക്കെ ചോദിച്ചു പ്രാണനെ വിടുകയാണ്. സ്വന്തം ചുമലിൽ തലചാച്ചവനായി പ്രാണനെ വിട്ട കർത്താവിനെ ആരാരെയും വെച്ചിട്ടില്ലാത്ത അരിമത്തേക്കാനായ യോസഫിന്റെ കല്ലറയിൽ കൊണ്ടുവയ്ക്കുകയാണ്. പാലേലിയെ ഇന്ന് രാത്രി കേട്ടുകൊള്ളുക. ആമെന്നൊക്കെ റോമാ സാമ്രാജ്യം പറഞ്ഞു യേശുവിന്റെ ചരിത്രം തീർന്നുപോയി. ആരാരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ വെച്ച യേശുവിന്റെ ശരീരത്തെ ഉറപ്പാക്കുവാൻ ആരും വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിപ്പാൻ ചരിത്രം പറയുന്നു. റോമൻ ഗവർണറായ വേദപുസ്തകം പറയുന്നു പീലാത്തോസിന്റെ ഇംപീരിയൽ മുദ്ര ആ റോമെ വചനം പറഞ്ഞ് കല്ലറയിൽ അടിച്ചവൻ ഉറപ്പ് വരുത്തുകയാ. കരുത്തുള്ള കാവൽ പടയാളികള് കല്ലറയ്ക്ക് ചുറ്റും കാവലായി നിർത്തുകയാ. ആന തൊട്ടാലും അനങ്ങാത്തൊരു വലിയ കല്ല് കല്ലറയുടെ വാതിക്കൽ കൊണ്ടുവന്ന് അടച്ചു വെക്കുകയാ. റോമാ സാമ്രാജ്യം പറഞ്ഞു, യഹൂദ മതം പറഞ്ഞു, ഇനി യേശു പുറത്തു വരികയില്ല, യേശുവിന്റെ കാലം കഴിഞ്ഞുപോയി അവൻ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയാ. എവിടെ നിന്റെ കാലം കഴിഞ്ഞെന്ന് അന്ധകാര ശക്തി നിന്നെ നോക്കി വെല്ലുവിളിക്കുന്നുവോ അവൻ ഭയപ്പെടേണ്ട. ദൈവത്തിനും നിന്നെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറഞ്ഞ് എവിടെ നിന്നെ കുഴിച്ചു മൂടിയോ അവിടെ നിന്ന് നീ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആ ദൈവത്തെ ആരാധിക്കട്ടെ. എവിടെ നിന്നെ തകർത്ത് കളയുക, എവിടെ നിന്നെ പരാജയപ്പെടുത്താൻ അന്ധകാര ശക്തി നിനക്ക് വിരോധമായി വെല്ലുവിളിച്ചുവോ അവിടെ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരുത്തുള്ള കര ഈ സുവിശേഷ മഹായോഗത്തിന്റെ 2ാമത്തെ രാത്രിയിൽ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നേ. ഹല്ലേലൂയ. വെള്ളിയാഴ്ച കടന്നുപോയി, ശനിയാഴ്ച കടന്നുപോയി, പാലേലി ദേശം കേൾക്കണമേ. ഒരു ഞായറാഴ്ച ആയപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു കല്ലറയിൽ നിന്ന്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ളി എവിടെ എന്നുറക്കെ ചോദിച്ചുകൊണ്ട് യഹൂദ ഗോത്രത്തിലെ സിംഹമായ ദാവീദിന്റെ വേരുമായ എന്റെ യേശു ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റു. കരങ്ങൾ അടിച്ച് ആ ദൈവത്തിന് നിരത്തി നന്ദി പറ. എന്റെ യേശു ഉയർത്തെഴുന്നേറ്റ്. മരിച്ചൊരു യേശുവിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. മരണഭാഷങ്ങളെ അടിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ് ഒരു യേശുവിനെയാണ്, ഒരു യേശുവിനെയാണ് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ ശക്തി എന്ന് പറയുന്നത്, സുവിശേഷത്തിന്റെ കരുത്തെന്ന് പറയുന്നത് അത് സംഘടനയുടെ ബലമല്ല, അത് പണത്തിന്റെ പെരുപ്പമല്ല, അത് യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തിയാ. ഒരു സ്വോത്രം ചെയ്യ്, കരം ഉയർത്തി ഒരു സ്വോത്രം ചെയ്യുന്നേ. രാത്രി ഇതിനകത്ത് എന്നെ കൊണ്ട് ഇരുത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. തൊണ്ട പൊട്ടിയാലും ഞാൻ പറയും വേദനയോടെ പ്രസംഗിക്കും. അതാ വില കൊടുത്ത് ദൈവത്തെ പ്രസംഗിക്കുക. കൈയടിച്ച് കൈ പൊട്ടിയാലും ഞങ്ങൾ അടിക്കും. അതാ ദൈവത്തെ വില കൊടുത്ത്. ഇന്നലെ ഞാൻ പറഞ്ഞു 2.5 വയസ്സായപ്പോൾ ജോണ്ടിസം എന്നറിയപ്പെടുന്ന രോഗം വന്ന് ആദ്യത്തെ ആശുപത്രി കൈവിട്ട് 2ാമത്തെ ആശുപത്രിയുടെ ICയിൽ വെച്ച് മരിച്ചെന്ന് വിധി പറഞ്ഞ എന്നെ കർത്താവ് വിടിവിച്ചത്. ഒരു സ്വോത്രം ചെയ്തേ. ആമേൻ. ഇന്ന് രാത്രി ഇതിനകത്ത് ദൈവം എന്നെ നിന്നെ കൊണ്ടുവന്ന് ഇരുത്തിയത് ഈ ദൈവത്തൊന്ന് വില കൊടുത്ത് ആരാധിക്കാം. ഒരു സ്വോത്രം ചെയ്യും. അയ്യോ എൻ്റെ കൈ അടിച്ചാൽ കൈ പൊട്ടൂലേ, പേടിക്കേണ്ട. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ മതി എത്ര എണ്ണം കൈ ഇല്ലാതെ. ഒരു സ്വോത്രം ചെയ്താട്ട് കിടക്കുമ്പോൾ ദൈവം നിനക്ക് നല്ല കൈ തന്ന് ദൈവത്തെ സ്തുതിക്കാനാ. തൊണ്ടയ്ക്കകത്തൊന്ന് വെള്ളമറക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം നിനക്ക് നല്ല ആരോഗ്യമുള്ള ശബ്ദം തന്നത് ആ ദൈവത്തിന് നിരാത്ത വാ തുറന്നൊരു സ്തുതി പറയാനാ. അല്ലേ? നമ്മുടെ കഴിവാണോ? നഴ്സിംഗ് പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിയ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോ. നഴ്സിംഗ് പഠിച്ചവരാരെങ്കിലും? ഡോക്ടർമാരുണ്ടോ അതിനകത്ത്? അവർ പറയാ ഡോക്ടർമാരായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുമായിരുന്നോ? എങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിരുന്നു. ഇപ്പം നെഞ്ചത്ത് മറ്റേ സാധനം വെച്ച് ഇങ്ങനെ പനിയുണ്ടോ നോക്കത്തില്ല. സ്വോത്രം. ഹല്ലേലൂയ. ഈ നേഴ്സുമാരോട് ഡോക്ടർമാരോട് ചോദിച്ചാൽ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന കിടന്നിട്ടുള്ളവർക്കറിയാം അതിൻ്റെ തൊട്ടു മുകളിലായിട്ടൊരു TV വെച്ചിട്ടുണ്ട്. അതിനെ പറയുന്നൊരു പേരാണ് മോണിറ്ററാണെന്ന് തോന്നുന്നു അല്ലേ? വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു മനുഷ്യൻ്റെ പൾസും ഒരു മനുഷ്യൻ്റെ BP യും പിന്നെ
ഒരു മനുഷ്യൻ്റെ ഓക്സിജനും എല്ലാം ഇങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം പൾസോ അതുപോലെ ഈ ഓക്സിജനോ ഈ BP ഒന്ന് കൂടെ കുറയെ ചെയ്താൽ അവനെ പിന്നെ പെട്ടിക്കകത്ത് വെച്ചാൽ മതി. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. കണ്ടിട്ടുള്ളവർ മാത്രം ഒന്ന് കൈപൊക്കി ഇങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ? പുള്ളി എനിക്ക് തോന്നുന്നു അത് അനുഭവിച്ചിട്ടുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നോക്ക്, അല്പം ഓക്സിജൻ ഒന്ന് കുറഞ്ഞാൽ, പൾസ് ഒന്ന് കുറഞ്ഞാൽ, BP ഒന്ന് കൂടെ കുറയെ ചെയ്താൽ പിന്നെ അവൻ്റെ മുഖത്ത് വെള്ളത്തുണി അങ്ങ് മൂടും. അതിൻ്റെ അർത്ഥം ഇന്ന് രാത്രി ഇതിനകത്ത് നീ ഇങ്ങനെ ഇരിക്കാൻ കാര്യം നീ അറിയാതെ നിന്റെ പൾസിനെ അവൻ കൺട്രോൾ ചെയ്യുന്ന കരമടിച്ച് മനസ്സിലാകുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ അറിയാതെ ഓക്സിജൻ ലെവലിനെ അവൻ കൺട്രോൾ ചെയ്യുന്ന, നീ അറിയാതെ അധരഘടകസിന്റെ BP അവൻ കൺട്രോൾ ചെയ്യുക. ഇന്ന് രാത്രി ആ ദൈവത്തെ നിനക്ക് ആരാധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വേറെ ഏത് ദൈവത്തെ നിനക്ക് ആരാധിക്കാൻ കഴിയാ? പ്രൈസ് ദി ലോർഡ്. അതാ ദാവീദ് പറഞ്ഞു, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ നിന്നെ ആരാധിക്കും. ഈ ലൈവിലൂടെ ഇന്ന് രാത്രി കാണുന്ന വ്യക്തിയെ, നീ കടവരാന്തയിലായാലും വീട്ടിനകത്തായാലും ജോലി സ്ഥലത്തായാലും നീ വാഹനത്തിനകത്തായാലും അതരം തുറന്ന് ഇന്ന് രാത്രി ആരാധിക്കാൻ തയ്യാറായാൽ ശബ്ദത്തെക്കാൾ വെളിച്ചത്തെക്കാൾ വേഗത്തിൽ പായുന്ന ദൈവത്തിന്റെ വചനം ഈ രാത്രി നിന്നെ വിടുവിക്കുവാൻ പോകുക. നിന്റെ പ്രശ്നത്തിന് ഇന്ന് രാത്രി പരിഹാരം കൽപ്പിക്കാൻ പോകുക. യേശു വലിയവൻ. ഹല്ലേലൂയ. യേശുവിനെ പോലൊരു ദൈവമില്ലെന്നേ. ഇന്ന് രാത്രി സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് കയ്യൊക്കെ അടിക്കാം. സ്തോത്രം ചെയ്താട്ടെ. ഞങ്ങളുടെ മീറ്റിങ്ങിൽ പലരും മാനസാന്തരപ്പെട്ട് വന്നിട്ടുണ്ട്. ശമ്പും കൊണ്ട് കുത്തിയെടുത്ത് നാക്കി വെച്ചും ചുണ്ടി വെച്ചും വന്നവരൊക്കെ കയ്യും പൊക്കി അതൊക്കെ എടുത്ത് കളഞ്ഞ ചരിത്രം എത്രയുണ്ട്. ഒരു സ്തോത്രം ചെയ്യും. മിണ്ടുന്നില്ല. സ്തോത്രം. ചിലരെയൊക്കെ ദൈവം കൊണ്ടുവന്ന് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാനും ലൈറ്റ് കെട്ടാനും മാത്രമല്ല, യേശുവിനെ രക്ഷകനായി. ഒരു സ്തോത്രം. മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. യെസ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര അനുഭവമുണ്ട്? സ്തോത്രം. യേശു അവരെ സ്നേഹിക്കുന്ന ആരെയും കർത്താവ് ചുമ്മാതെ ഒരിടത്തും കൊണ്ടുപോകത്തില്ല. സ്തോത്രം. വെള്ളം കൊടുക്കാനെങ്കിൽ നിന്നെ നിർത്തിയാൽ നാളെ നീ ദൈവത്തിൻ്റെ പൈതല. ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നവന് മേശയിൽ ശുശ്രൂഷ ചെയ്തവന്, മേശയിൽ വിളമ്പി നിന്നവന് വിധവമാര് സ്തോത്രം ചെയ്താട്ട് ദൈവത്തിന് പ്രമോഷൻ കൊടുത്തു. എന്താ പ്രമോഷൻ? അവനെ സുവിശേഷകനാക്കി. ശമരിയ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ശീമോൻ എന്ന് പേരുള്ളൊരു മന്ത്രവാദി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ പൈതലായി മാറിയെങ്കിൽ ഈ പാലേലിയിൽ ചില മന്ത്രവാദികൾ സ്നാനപ്പെടാൻ പോകുക. കരമടിച്ച് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ജോസ് പാസ്റ്റർ, പരിശുദ്ധാത്മാവ് പറയുന്നു, ചില മന്ത്രവാദികൾ ഈ ദേശത്ത് യേശുവിന്റെ മുമ്പിൽ മുഴങ്കാലും അടക്കാൻ പോകുക. യേശു കർത്താവെന്ന് വായികൊണ്ട് ഏറ്റു പറയാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും കുമാർദാസ് യേശുവിന് വേണ്ടിയുള്ളതാ. ഒരു സ്തോത്രം ചെയ്ത, ഒരു നല്ല സ്തോത്രം ചെയ്ത. വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ക്രിസ്ത്യാനിത്വത്തിന്റെ ശക്തി യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. പൗലൂസ് പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്. യേശു ഉയർത്തെഴുന്നേറ്റന്റെ ചരിത്രം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്കറിയാം, ലോകത്തിൽ കുഞ്ഞുങ്ങളുടെ ഇഷ്ട ചാച്ചാജിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു മരിച്ചു. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. അദ്ദേഹത്തെ ഡൽഹിയുടെ ഒരു പ്രാന്ത പ്രദേശത്ത് കൊണ്ടുചെന്ന് വലിയ ബഹുമതികളോടുകൂടി ആദരവോടുകൂടി അദ്ദേഹത്തെ അടക്കം ചെയ്തു. എന്നാൽ നെഹ്റുവിന്റെ മരണ, ചാച്ചാജിയുടെ മരണ, ജവഹർലാൽ നെഹ്റുവിന്റെ മരണ ഇന്ത്യൻ കുഞ്ഞുങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്തതായിരുന്നു. ഒരു ദിവസം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ ദിവസം കുഞ്ഞുങ്ങൾ മരിച്ച് അടക്കം ചെയ്ത പ്രൈസ് ദി ലോർഡ് മശാനത്തിലേക്ക് വന്നിട്ട് ഒന്നാം ദിവസം പൂച്ചെണ്ടുകളും പൂവുകളുമായി ആ കുഞ്ഞുങ്ങൾ ജവഹർലാൽ നെഹ്റുവിന്റെ മശാനത്തിൽ വെച്ചിട്ട് അവർ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലയോ ജവഹർലാൽ നെഹ്റുവേ, താങ്കളുടെ മരണം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, താങ്കൾ എഴുന്നേറ്റ് വരണമേ, ചാച്ചാ താങ്കൾ എഴുന്നേറ്റ് വരണമേ. ഒന്നാം ദിവസം പ്രാർത്ഥിച്ചു, അവർ വിളിച്ചു, ചാച്ച എഴുന്നേറ്റ് വന്നില്ല. രണ്ടാം ദിവസം കുഞ്ഞുങ്ങൾ അതിനേക്കാളും മനോഹരമായ പുഷ്പങ്ങളുമായി ആ ചാച്ചയുടെ
ആ ശവകുടീരത്തിലേക്ക് ചെന്നു. അവിടെ പുഷ്പങ്ങൾ വെച്ചു. വീണ്ടും പ്രാർത്ഥിച്ചു, ചാച്ച അങ്ങ് വരണമേ, ഇന്ത്യൻ കുഞ്ഞുങ്ങൾക്ക് ചാച്ചയുടെ മരണം സഹിപ്പാൻ കഴിയുന്നില്ല, വരണമേ. ചാച്ച വന്നില്ല. മൂന്നാം ദിവസം അതിനേക്കാളും പുഷ്പങ്ങളുമായി ആ കുഞ്ഞുങ്ങൾ ആ ശവകുടീരത്തിലേക്ക് ചെന്നു. അവരിങ്ങനെ പറഞ്ഞു, അല്ലയോ ചാച്ചേ, യേശു ക്രിസ്തു മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് പോലെ പവർ മനസ്സിലാകുന്നവർ കരങ്ങളൊന്ന് അടിച്ച് ചാച്ച എഴുന്നേറ്റ് വരണമേ. ഇവിടെ ചാച്ച വന്നില്ല, എന്നാൽ മരിച്ചവരിൽ ആദ്യജാതനായി ഭൂരാജാക്കന്മാരിൽ അധിപതിയായി എന്റെ യേശു അവൻ ഉയർത്തെഴുന്നേറ്റെന്ന്. ഞങ്ങൾ സേവിക്കുന്ന ദൈവം അവൻ കണ്ണുണ്ടെങ്കിൽ കാണാത്തവനല്ല, ചെവിയുണ്ടെങ്കിൽ കേൾക്കാത്തവനല്ല, മൂക്കുണ്ടെങ്കിൽ മണക്കാത്തവനല്ല, കൈയുണ്ടെങ്കിലും അവൻ ചലിപ്പിക്കാത്തവനല്ല, കാലുണ്ടെങ്കിൽ നടക്കാത്തവനല്ല. അവൻ തേജസ്സിന്റെ പ്രഭയാ, അവൻ തത്വത്തിന്റെ മുദ്രയാ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ, താൻ മാത്രം അമർത്യത ഉള്ളവനാണ്. പേടിയുള്ളവർ ആരാധിക്കണ്ട, സ്വോത്രം ചെയ്താട്ടെ. ആമേൻ. എന്റെ പ്രസംഗ വിഷയം ഇതാണ്, നിത്യജീവൻ. സ്വോത്രം ചെയ്ത് ഇതാകുന്നവൻ നമുക്ക് തന്ന വാഗ്ദത്തം. എന്ത്? ഒരു സ്വോത്രം ചെയ്തേ. യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു. ഒരു സ്വോത്രം. ഉയർത്തെഴുന്നേറ്റ യേശു നീണ്ട 40 ദിവസം ഈ ഭൂമിയിൽ യേശു കർത്താവ് ഉണ്ടായിരുന്നു. ഒരു സ്വോത്രം ചെയ്ത. ഒളിച്ചു നടക്കാൻ കർത്താവ് കള്ളനല്ല. ഒരു സ്വോത്രം. ആമേൻ. കള്ളന്മാരാ ഒളിച്ചു നടക്കുന്നേ. ആരെയെന്നെങ്കിലും ചെന്ന് കടം പൈസ മേടിച്ചാൽ പറയും, മാർച്ച് 20-നകത്ത് ഞാൻ നിനക്ക് തിരിച്ച് തരാം. 30 തിരിച്ചു കൊടുക്കത്തില്ല. സ്വോത്രം. പിന്നെ അവന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പോയ വഴി പിന്നെ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. അവനാ കള്ളൻ. സ്വോത്രം ചെയ്ത. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ആരോ പറഞ്ഞത് എന്നോടാണല്ലോ പാസ ആ ദൂത് പറഞ്ഞതെന്ന്. മിണ്ടുന്നു. വാങ്ങിച്ചത് കൊടുക്കാത്തവൻ കള്ളനാ. സ്വോത്രം ചെയ്താട്ട്. യേശു ഒളിച്ചു നടക്കാൻ കള്ളനല്ല. യേശു ഉയർത്തെഴുന്നേൽക്കത്തില്ലെന്ന് വീമ്പ് പറഞ്ഞ പലരുമുണ്ട്. യേശുവിന്റെ ശരീരത്തെ അവന്റെ ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി വെച്ചിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് അവനെ ഓടിച്ച് പ്രശംസിക്കുമെന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് തന്റെ ഇടത്തോടെ യേശു റോമാ സാമ്രാജ്യത്തിന്റെയും യഹൂദ മതത്തിന്റെയും അന്ന് തന്നെ ക്രൂശിച്ചവിടെ മുൻപാകെ നെഞ്ചും നെറ്റിയും വിരിച്ചു നിന്ന് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച ഞാനിതാ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാ. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി പേടിച്ചു പോകുന്നവനല്ല ക്രിസ്തു, ഒളിച്ച് നടക്കുന്നവനല്ല ക്രിസ്തു. ഈ രാത്രി ആ ക്രിസ്തുവിന്റെ മക്കളാ ഞങ്ങൾ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. 40-ാമത്തെ ദിവസമായപ്പോൾ തന്റെ ഈ ഭൂമിയിലുള്ള സകല ദൗത്യവും നിർവഹിച്ച ക്രിസ്തു പാപികളുടെ പാപത്തെ തന്റെ ചോരയാൽ അവ കഴുകി വീണ്ടെടുത്ത ക്രിസ്തു. ഒരു സ്വോത്രം ചെയ്താട്ടെ. തനിക്കായി ഇനി കാത്തിരിക്കുന്നവരുടെ ജീവരക്ഷയ്ക്കായി ആമെ പുതിയ ആകാശം പുതിയ ഭൂമി ആമെ പണിയുവാൻ വേണ്ടി യേശു ഇതാ 40-ാം ദിവസം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പി, എന്റെ പിതാവിലും വിശ്വസിപ്പി. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഒരു സ്വോത്രം ചെയ്താട്ടെ. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ഒരു സ്വോത്രം ചെയ്ത. ഞങ്ങളുടെ പ്രത്യാശ അതാ. ഒരു സ്വോത്രം. ഞങ്ങളുടെ പ്രത്യാശ അതാണ്. സ്വോത്രം ചെയ്തേ. ഞങ്ങളുടെ പ്രത്യാശ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതന്റെ ഏറ്റവും വലിയ പ്രത്യാശ യേശുവിന്റെ കൂടെയുള്ള വാസമാണ്. ഒരു നല്ല സ്വോത്രം ചെയ്ത. ഈ ലോകത്തിൽ അതാ പറഞ്ഞ ഏറ്റവും വലിയ വാഗ്ദത്തം നിത്യജീവന. ഈ ലോകത്തിന് എന്തൊക്കെ നീ സമ്പാദിച്ചെന്ന് പറഞ്ഞാലും, എത്ര വിദ്യാഭ്യാസം നിനക്കുണ്ടെന്ന് പറഞ്ഞാലും,
എത്ര സൗന്ദര്യം നിനക്കുണ്ടെന്ന് പറഞ്ഞാലും, ഏത് വലിയ കുടുംബത്തിൽ നീ ജനിച്ചവനെന്ന് പറഞ്ഞാലും, കരോട്ടയും കളരിയും കുമ്പുവും നാടനും നീ പഠിച്ചെന്ന് പറഞ്ഞാല്, ആമേ, ഒന്ന് നൊടിച്ചാൽ നല്ല ചുണക്കുട്ടികളായ ചെറുപ്പക്കാർ നിനക്ക് വേണ്ടി കയ്യൊക്ക് കാണിക്കാൻ വരുമെന്ന് കരുതിയാല്, ഹേ പാലേലിയേ, നീ കേട്ടോ, ഏതു മനുഷ്യന് ഉറച്ചു നിന്നാൽ വെറും ഒരു ശ്വാസമാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഏറ്റവും വലിയ ജീവൻ ഈ ഭൂമിയിലല്ല. ഈ ഭൂമിയിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് കൊല്ലാനുമല്ലായിരുന്നു. കഴിഞ്ഞ രാത്രി ചെറുതായി ഞാൻ പറഞ്ഞു, ഏതാനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാ? അവിടെ പാർക്കാനാ, ആമേ, ആയുസുള്ള കാലത്തോളം പാർക്കാനാ. പക്ഷെ ദൈവം ഒരു വ്യവസ്ഥ കൊടുത്തു. ഏതാനിൽ എല്ലാ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾക്ക് തിന്നാം, ഇന്ന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കുക. വീടുകൾ ടാർപ്പാളി മരിച്ചു കെട്ടി കരിങ്കൊടി പറത്തി പൊട്ടിച്ചിരിക്കേണ്ട സമയം പൊട്ടിക്കരയുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, ഈ മരണം എന്തിനാണ് അങ്ങ് സൃഷ്ടിച്ചത്? അങ്ങെന്തിനാ ഈ മരണം തന്നത്? ആമേ, പിന്നെ ഞാൻ മനസ്സിലായത്, കുമാർദാസേ, മരണം തന്നത് ദൈവമല്ല, മരണം നമ്മൾ ചോദിച്ചു വാങ്ങിച്ചതാ. മനസ്സിലാകുന്നവർക്ക് മരണം നമ്മൾ ചോദിച്ചു വാങ്ങിച്ചതാ. ദൈവം പറഞ്ഞ് തിന്നരുത്, തിന്നാൽ നീ മരിക്കും. അതിന്റെ അർത്ഥം തിന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യത്തില്ല? മരിക്കത്തില്ല. ഒരു സ്തോത്രം ചെയ്താട്ടെ. തിന്നില്ലെങ്കിൽ മരിക്കേണ്ട ഒരു ആവശ്യം ഒരു ആമേൻ. ദൈവം ഇവിടെ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തു. വായിക്കണ്ട, റോമാലേഖനം 5:19, ഏക മനുഷ്യന്റെ അനുസരണക്കേടിന് അനേകർ പാപികളായി തീർന്നു. റോമർ 5:12, ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. റോമാലേഖനം 6:23, പാപത്തിന്റെ ശമ്പളം അത് മരണമാണ്. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യൻ ഇവിടെ ഉള്ള ആയുസ്സതയും കുറച്ചു. സ്വോത്രം. ഏറ്റവും കൂടുതൽ വർഷം ഈ ഭൂമിയിൽ ആയുസ് കൊടുത്തതാണ് ആരാ പറഞ്ഞേ? ആരാ ഏറ്റവും കൂടുതൽ വയസ്സ് വരെ ഈ ഭൂമി ജീവിച്ച ആമേ വ്യക്തിയെ കുറിച്ച് വയസ്സറിയാവുന്നവരൊന്ന് കൈപൊക്കേ. അവര് പറയും, എന്റെ വയസ്സ് പോലും എനിക്കറിയില്ല, പിന്നെയാണ് ഇനി മറ്റേ ആളിന്റെ വയസ്സ്. സ്വോത്രം. രണ്ടുപേര് കൈപൊക്കി. എത്രയാ? 969. 9, 9, 6 മാത്രം ഓർത്താ മതി. ഇടയ്ക്കൊരു 6, 2 9ന്റെ ഇടയ്ക്കൊരു 6, 9, 6, 9. 969 വർഷം ജീവിച്ച മെതുശലേഖ്. സ്വോത്രം ചെയ്താണ്. എന്താ മെതുശലേഖിന് അത്രയും ആയുസ് കൊടുത്തെന്നറിയാമോ? മെതുശലേഖിന്റെ അപ്പൻ പാലേലി വഴിയും കാട്ടാക്കട വഴിയും പട്ടച്ചാരായോ മടിച്ച് ശമ്പൂം തിന്ന് സിഗരറ്റും വലിച്ച് ദൈവദാസന്മാരെ കളിയാക്കിയും സുവിശേഷത്തെ കൂകിയും നടന്നില്ല. അവന്റെ അപ്പന്റെ പേരാണ് ഹാനോക്ക്. 300 വർഷം അവൻ ദൈവത്തോടുകൂടെ നടന്നു. കരമടിച്ച് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൻ ദൈവത്തോടുകൂടെ നടന്നാൽ മകനത് ആയുസ് കൂട്ടും. സ്വോത്രം ചെയ്താട്ടെ. അപ്പൻ ദൈവത്തോടുകൂടെ നടന്നാൽ നിന്റെ തലമുറയ്ക്ക് ആയുസ് വരും, നിന്റെ തലമുറയ്ക്ക് ആരോഗ്യം വരും. ആമേൻ, ആമേൻ. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ നീ ദൈവത്തെ ആരാധിച്ചാൽ മതി. ഉൽപ്പത്തി 26:4 ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, നിന്റെ അപ്പനായ അബ്രഹാം എൻ്റെ വാക്ക് കേട്ടു. സ്വോത്രം ചെയ്യും. എൻ്റെ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും പ്രമാണിച്ചതുകൊണ്ട് അന്ന് ഞാനൊരു കരാർ എഴുതി വെച്ചു. നിന്റെ തലമുറ ഏത് കുഴിക്കകത്ത് കിടന്നാലും അവനെ ഞാൻ പൊക്കിയെടുക്കും. ഒരു സ്വോത്രം ചെയ്യും. മരച്ചിനിയുടെ മൂടും പച്ചവെള്ളവും കാന്താരി മുളകും കടിച്ചു പറിച്ചു നിന്ന് പൈപ്പിന്റെ മൂട്ടിൽ പോയി കൈക്കൊമ്പിൽ വരുന്ന പച്ചവെള്ളം വലിച്ചു കുടിച്ച് ചക്കച്ചവണി, ചക്കപ്പൂഞ്ച്, ചക്കമടല്, ചേനത്തണ്ടും പച്ചിലകളും വെട്ടിത്തിന്ന് ദൈവത്തെ ആരാധിച്ചൊരു കാലഘട്ടം പണ്ട് പെന്തക്കോസ്തിനുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങൾ ആഹാരത്തിന് വേണ്ടി കരയുമ്പോൾ ആഹാരം കൊടുക്കുവാൻ നിവർത്തിയില്ലാത്ത മാതാപിതാക്കൾ വട്ടിയും പെട്ടിയും എടുത്തുകൊണ്ടുവന്ന് വയലിൽ നിൽക്കുന്ന നവര പോലത്തെ ചെടിയുടെ ഇലയെ പറിച്ചു കൊണ്ടുവന്ന് കലത്തിനകത്തിട്ട് വെള്ളമൊഴിച്ച് അടുപ്പിനകത്ത് വെച്ച് ചൂടാക്കി മക്കളുടെ ചോറ്റുപാത്രത്തിൽ ചോറിന് പകരമായി പച്ചിലകളെ വിളമ്പിക്കൊടുക്കുമ്പോൾ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ആ പച്ചിലകൾ വാരിക്കടിക്കുന്ന മക്കളെ കണ്ടിട്ട് മാതാപിതാക്കൾ അകത്തേക്ക് പോയി പൊട്ടിക്കരിയും. അപ്പച്ച,
ഞങ്ങളുടെ മക്കൾക്ക് ഗതി വന്നല്ലോ. അന്ന് തമ്പുരാൻ പറഞ്ഞില്ല, നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങളുടെ തലമുറകൾ കൊയ്യാൻ പോകുക. കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ വൈശ്വാസിയ റിബല, നീ വിതയ്ക്കുന്നത്, നീ കരയുന്നത്, നീ പള്ളിക്ക് വേണ്ടി പായിടുന്നത്, നീ തൂക്കുന്നത്, നീ ദൈവദാസന്മാരുടെ കരത്തെ താങ്ങുന്നത്, നീ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുന്നത്, നിന്റെ തലമുറ തെണ്ടി തിരിയത്തില്ല. ബൈബിൾ പറയുന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. നീതിമാന്റെ സന്തതി ആഹാരം ഇരക്കുന്നത് കണ്ടിട്ടില്ലാത്ത ദൈവം ഇന്ന് രാത്രി ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവനാമത്തിനും നിൽക്കുന്ന ഉയർത്തപ്പെടുന്ന കരങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോ, ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എമർജൻസി ലാമ്പോ ടോർച്ചോ ഇല്ലാത്ത രാത്രിയിൽ തെങ്ങിൻ ചുവട്ടിൽ ചെന്ന് ചൂട്ടുകളെ പറിച്ചെടുത്ത് പച്ചിലകൾ കൊണ്ട് കെട്ടി പന്തങ്ങളാക്കി രാത്രികളുടെ യാമങ്ങൾ തോടുകളും വരമ്പുകളും കുന്നുകളും കനാലുകള് ചാടിക്കടന്ന് ഇതുപോലുള്ള മലയിലിരിക്കുന്ന ആലയത്തിലേക്ക് അർദ്ധരാത്രികളിൽ വന്നിരുന്ന് മുഴങ്കാലുകൾ മടക്കി, ഹോവേ, സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഇസ്രായേൽ സന്തോഷിക്കുക, യാക്കോബ് ആനന്ദിക്കുമെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചവന്റെ തലമുറകളെ കൈ ഉയർത്തി അനുഗ്രഹിച്ചവനാണ് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ ദൈവമെങ്കിൽ കരങ്ങൾ അടിച്ച ദൈവത്തിനെതിരാത്ത നന്ദി പറ. പ്രാർത്ഥിക്കുന്നവനെ കൈവിടാത്ത ദൈവം, ആരാധിക്കുന്നവനെ കൈവിടാത്തവൻ ദൈവം. തമിഴ്നാടിന്റെ മണ്ണില്, നാഗർകോവിലില്, മദ്രാസിലും മാത്രമല്ല, ഞാൻ പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. വില കൊടുത്തവരെ തടിക്കാരെ കൊണത്ത്, കൊലശേഖരത്ത്, പള്ളിയാടിയിലും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരങ്ങളുടെ അനുഭവങ്ങൾ തമിഴ്നാട് ഞാൻ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്. സ്വോത്രം ചെയ്. തമിഴ്നാട്ടിലുള്ളവരുടെ പ്രത്യേകത എനിക്കറിയാം. ഇവിടെ ഉള്ളവർ വെറും പിടിയരി മാത്രം വാരുമ്പോൾ, സ്വോത്രം ചെയ്താട്ട് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ 4 ദിവസത്തെ കൺവെൻഷന് വിളിച്ചിട്ട് ഞായറാഴ്ച അവർ പറയും, കണ്ടിപ്പായി ഞായറാഴ്ച പകൽ വരാൻ പറയും. സ്വോത്രം ചെയ്താട്ട് ആമേൻ. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഇവിടെ ഉപ്പ് തൊട്ട് അവിടെ ഉമിക്കരി മുതൽ കർപ്പൂരം വരെയാണ് പാക്കറ്റ് കണക്കാക്കി ചാക്കിൽ കെട്ടി ദൈവസന്നി കൊണ്ടുവന്ന് ആരാധിക്കുന്നത്. ഒരു ദൈവദാസി എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഇവർ പണ്ട് കഷ്ടതയിലായിരുന്നു. ഒരു സ്വോത്രം ചെയ്താട്ട്. ഇവർ ഞെരുക്കത്തിലായിരുന്നു, പക്ഷേ കർത്താവിനെ അവർ ആരാധിച്ചു. ഒരു സ്വോത്രം ചെയ്താട്ട്. അവിടെ തലമുറകളെ ദൈവം ഉയർത്തി. ആമേൻ. ഞാൻ പറയും, എൻ്റെ 10ാമത്തെ വയസ്സ് തുടങ്ങി ദൈവത്തിന് ദശാംശം കൊടുക്കാൻ പഠിച്ചവനാണ് ഞാൻ. ഒരു കപ്പെടുത്ത് മാറ്റിവെച്ച് അന്ന് 10 രൂപ കിട്ടിയാൽ 1 രൂപയും 100 കിട്ടിയാൽ 10 കൊടുക്കുമെങ്കിൽ ഇന്ന് 100 കിട്ടിയാൽ 10 ഒരു സ്വോത്രം ചെയ്താട്ടെ. 1000 കിട്ടിയാൽ 100 10,000 കിട്ടിയാൽ 1000 അതിൽ കൂടുതൽ. ഞാൻ പറഞ്ഞു പറഞ്ഞ അന്ന് വിതച്ചവനെ ഇന്ന് കൊയ്യുമാറാക്കിയെങ്കിൽ കരമടിച്ച് മനസ്സിലാകുന്ന ദൈവജനത്തിനെ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും വൈഡാരാജ, അവൻ ആർക്കും കരങ്ങളടിച്ച്. ആമേൻ. ഇനി ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, അവിടെ ഞങ്ങൾക്ക് കിട്ടും കേട്ടോ. എന്നോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ കേട്ടോ ബ്രദറെ, ആമേൻ, എന്നോട് പറഞ്ഞു ധൈര്യമായിട്ട് പ്രസംഗിച്ചോ, ഇതിൻ്റെ എല്ലാം വാട്ടവും പലിശ ഞാൻ അവിടെ നിനക്ക് തരാം. സ്വോത്രം. ഞാൻ ചോദിച്ചു, കർത്താവ് എന്ത് തരും? കർത്താവ് പറഞ്ഞു, പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, ഓ നാഥൻ എന്നെ ധരിപ്പിക്കുമെന്ന്. എന്താ തരുന്നേ? പൊന്മണി മാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, ഓ നാഥൻ എന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ, എനിക്കായി ഒരുക്കിയ വീട്ടിൽ. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ, 1000 ആണ്ടു വസിക്കുമവനുടെ നാട്ടിൽ, എനിക്കായി ഒരുക്കിയ വീട്ടിൽ. എന്ന് പറഞ്ഞേ, യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം പ്രേമം. ഓ യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാണാം. ഓ പ്രേമ കാന്തനെ കാണാം. സുന്ദര രൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമ കാന്തനെ കാണാം. സുന്ദര രൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. ഓ പ്രേമ കാന്തനെ കാണാം. കഷ്ട
ശബരം ഓ മഷികായോടുവാ നാട്ടിൽ കഷ്ടതയേറെ സഹി ശബരും കല്ലേറടിയിടി കൊണ്ടുമരി ശബരം ഓ മഷികായോടുവാ നാട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം ഓ പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടുമവിടെ പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടുമവിടെ ഇവയെല്ലാം നദി അവിടെ ഇവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭൂവനദേശം ഇവജല നദി ഉണ്ടവിടെ ഇവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭൂവനദേശം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാമോ പ്രേമകാന്തനെ പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. പേർ വിളിക്കും നേരം എന്റെ പേരും കാണും. എന്നെ ചേർക്കുവാൻ മധ്യാകാശത്തിന്റെ മണിപ്പന്തലിൽ എന്റെ യേശു വരാറായി. ഞങ്ങളുടെ യേശു വരാറായെന്ന് കൂടാരാജ വൈഡാരകന ധീരതയോടുകൂടി കർത്താവിന് വേണ്ടി ഓടിയ അഭിഷിക്തന്മാർ വിശ്രമിക്കുന്ന ഭവനത്തിലേക്ക് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയവരെ പോലെ PV ആശാരിയെ ഉപദേശിയെ പോലുള്ള ഭാഗ്യന്മാർ നിത്യതയിൽ വിശ്രമിക്കുന്ന അബ്രഹാമിന്റെ മടിയിലേക്ക്, സ്വർഗീയ പർദീസയിലേക്ക്, ആ കർത്താവിനോടുള്ള വാസത്തിലേക്ക് പോകുവാൻ കൊതിച്ചിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം ചെയ്യുക. പാപം ചെയ്ത മനുഷ്യന്, പാപം ചെയ്ത ഭൂമിയെ ഒരിക്കൽ ദൈവം നശിപ്പിക്കും. ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ജീവിച്ചത് മെതുശലേഖ. അത് കഴിഞ്ഞപ്പോൾ ദൈവം എല്ലാവരുടെ ആയുസിനെ ദൈവം കുറച്ചു. കാര്യം എന്താ? ആമേ പിന്നെ പറയാം. ആമേ മോശയുടെ കാലം വന്നപ്പോൾ എത്ര വർഷമായി? 120. ദാവീദിന്റെ കാലം വന്നപ്പോൾ പ്രയാണകാലം 4 വിരൽ, അടുത്ത് പിന്നെ പറഞ്ഞ് 7, 10, ഏറെയായ 80. അത് കഴിയണ്ട. അതിനു മുമ്പ് തന്നെ മരുമക്കൾ കുത്താൻ തുടങ്ങും. അമ്മായിയെ മിണ്ടുന്നില്ലല്ലോ, സ്തോത്രം വരുന്നില്ല. ആമേ. അതാ പാട്ടുകാരൻ പാടുന്നത്. മുമ്പേ പോയിടുന്നവർ ആളാ. അണ്ട് മരിക്കാൻ കിടക്കുമ്പോൾ കർത്താവേ എനിക്ക് ആയുസ് തരണമെന്ന് പറയുന്നത് വീണ്ടും ചെറിയിൽ കുത്തുവാഞ്ചു പിടിക്കേണ്ടി വരും. മിണ്ടുന്നില്ല, സ്തോത്രം ചെയ്താൽ. പ്രൈസ് ദി ലോർഡ്. മുമ്പേ പോയിടുന്നോർ ഭാഗ്യമേറിയോർ. ഈ പാട്ട് പാടിയപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ദുഃഖത്തിന്റെ ഭാവനയിലായി. ദൈവമേ ഇപ്പൊ ഞാൻ ചത്തുപോവില്ല. ഇതൊന്നും മരണപ്പാട്ടല്ല, പ്രത്യാശയുടെ പാട്ടാ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോ തന്നെ എല്ലാവരും പേടിക്കണ്ട. ഇതൊരു അർത്ഥമുള്ള വാക്കാ. നമ്മൾ ഓരോ നിമിഷം കഴിയുന്നോറും നമ്മൾ ജീവനിൽ നിന്ന് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സമയമാ രഥം. ഒരു സ്തോത്രം ചെയ്ത് അതേ അർത്ഥമുള്ളൂ അല്ലേ? ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞാലും മറുവശത്ത് ഓർത്തോണം നിന്റെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. നീ വെട്ടിമുറിക്കുന്ന നിന്റെ ആയുസ് കുറഞ്ഞ വർഷത്തെയാ. മിണ്ടുന്നില്ല. 50 സ്തോത്രം ചെയ്താട്ട്. പക്ഷെ പ്രത്യാശയുള്ള ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം മുറുകി പ്രാർത്ഥിക്കുന്ന ദൈവപൈതന് പറയാൻ കഴിയും, എൻ്റെ ആയുസ് ഓരോ ദിവസം കഴിയും തോറും എൻ്റെ നാഥൻ്റെ അടുക്കലേക്ക്. സ്തോത്രം. അതുകൊണ്ട് പൗലൂസ് റോമിന്റെ പൗരത്വമുള്ള ബെന്യാമിൻ ഗോത്രക്കാരനായ കോടിക്കണക്കിന് സ്വത്തിനവകാശിയായ ഗമാലിയന്റെ കാൽക്കീഴിൽ വേദഭ്യാസം പഠിച്ച് പരീശന്മാരിൽ അഗ്രഗണ്യനായ റോമാ മതത്തിന്റെ മതഭ്രാന്തനായ 1 നമ്പർ റൗഡി, നമ്പർ 1 ഗുണ്ടയായ, ആരെയും വകവയ്ക്കാത്ത തന്റേടിയായ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നവിടെ വസ്ത്രം സൂക്ഷിച്ച ഈ ശൗൽ ദമസ്കോസിൻ പടിവാതിക്കലിൽ ക്രിസ്ത്യാനികളെ പീഡിക്കുവാൻ വേണ്ടി മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാര പത്രവും വാങ്ങിക്കൊണ്ട്
പായുന്ന കുതിരപ്പുറത്ത് ചാടിക്കയറി ശബ്ദത്തോടുകൂടി ആമേ ദമസ്കോസിലേക്ക് ചെല്ലുമ്പോൾ നട്ടുച്ച നേരത്ത് സൂര്യനേക്കാളും വലിയൊരു പ്രകാശം അവന്റെ മേൽ മിന്നി ഒരു പൊതിക്കെട്ട് വന്ന് വീഴുന്ന പോലെ ആമേ ഒരു വാഴയെ വെട്ടി നിലത്തിടുന്ന പോലെ വന്ന് വീണവൻ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ദൈവം വിളിച്ചു ചോദിക്കുക, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അവൻ ചോദിക്കുക, നീ ആരാണ് കർത്താവേ? ഞാനതിന് മറുപടി കൊടുക്കണ്ട, ശൗലേ, യേശു ആരെന്ന് നിനക്കറിയില്ലെങ്കിൽ അവനെതിരെ നീ പോകണ്ടായിരുന്നു. ഒരു സ്വോത്രം മനസ്സിലായില്ല? യേശുവിന് എതിരെ ആരെങ്കിലും പോകുന്നെങ്കിൽ അവർക്ക് യേശു ആരെന്ന് അറിയത്തില്ല. മിണ്ടുന്നു സ്വോത്രം. യേശു ആരാണെന്ന് അറിയുന്നവൻ യേശുവിന് എതിരെ കൈപൊക്കത്തില്ല. യേശുവിന്റെ ശക്തി അറിയുന്നവൻ യേശുവിനെതിരെ വാ തുറക്കത്തില്ല. ആമേൻ. നീ യേശുവിനെതിരെ നിൽക്കുന്നെങ്കിൽ യേശു ആരെന്ന് നിനക്ക് അറിയാത്ത കൊണ്ടാ. യേശു പറയണ, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാടാ ഞാൻ. അന്ന് അവൻ മാനസാന്തരപ്പെട്ടു. സ്വോത്രം ചെയ്താട്ടെ. ഏത് സുവിശേഷത്തിനെതിരെ നിന്നോ ആ സുവിശേഷത നെഞ്ചോട് ചേർത്തു. അവന്റെ തലയിൽ അവൻ ചുമന്നു. അവൻ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് എനിക്ക് ലാഭം. ഒരു സ്വോത്രം. അവൻ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേർന്നിരിക്കുന്നത് അത് എത്ര ഭയങ്കരം, അത് അത്യുത്തമമല്ല. ഒരു സ്വോത്രം ചെയ്താട്ടെ. രക്ഷിക്കപ്പെട്ടവരുടെ മരണം അവസാനമല്ല, അത് നിത്യതയിലേക്ക് കടക്കുന്ന കേവലം ഒരു വാതില. ഒരു സ്വോത്രം ചെയ്തേ. ആമേ. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യന്റെ ആയുസിനെ കുറച്ചു. ആമേ. അവസാനം ബൈബിൾ പറഞ്ഞു മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയായി, പിന്നെ പറയുന്നത് പൂവ് പോലെയായി, പിന്നെ പറഞ്ഞത് ആവി പോലെയായി, പിന്നെ പറഞ്ഞത് പുക പോലെയായി, പിന്നെ പറഞ്ഞ് ഏത് മനുഷ്യന് ഉറച്ചു നിന്നാല് ഒരു ശ്വാസമാ. അനുഭവങ്ങളുടെ കൂമ്പാരങ്ങൾ ഇതിനകത്ത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് സ്വോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യ, നീ അഹങ്കരിക്കരുത്. നിന്റെ ആരോഗ്യത്തിൽ നീ അഹങ്കരിക്കരുത്. ഇതാണ് മനുഷ്യന്റെ സ്ഥിതിയെങ്കിൽ ബലവാനേ, നീ നിന്റെ ബലത്തിൽ എന്തിന് പ്രശംസിക്കുന്നു? കേവലം ഒരു ശ്വാസമാണ് മനുഷ്യനെങ്കിൽ ജ്ഞാനിയേ, നീ നിന്റെ ജ്ഞാനത്തിൽ എന്തിന് പ്രശംസിക്കുന്നു? ഇതാണ് മനുഷ്യന്റെ സ്ഥിതിയെങ്കിൽ ധനവാനെ, നീ നിന്റെ ധനത്തിൽ എന്തിന് പ്രശംസിക്കുന്നു? ഏത് മനുഷ്യന് ക്രിസ്തുവിൽ അവൻ പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ. ഭാര്യ കൊടുത്ത നല്ല ചപ്പാത്തി മുട്ടക്കറിയും കഴിച്ചു കിടന്ന ചെറുപ്പക്കാരൻ, 40 വയസ്സേ ഉള്ളൂ. 10 ആയപ്പോൾ കിടന്ന് 10:45 പറഞ്ഞു, എന്റെ നെഞ്ചത്തൊരു വേദന. അച്ചായ, അത് ഗ്യാസ് ആയിരിക്കാമെന്ന് പറഞ്ഞ് ആമി വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടിച്ച് ഭാര്യ ചൂടാക്കി കൊടുത്ത വെള്ളം കുടിക്കുമ്പോൾ പറഞ്ഞില്ല, മാറുന്നില്ല. തൊട്ടടുത്തുള്ള മമ്മൂട്ടി പോലും പരസ്യം കൊടുത്ത നിംസിലേക്ക് ആ ചെറുപ്പക്കാരനെ 15 മിനിറ്റ് കൊണ്ട് എത്തിച്ചു. ആമ 80,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ അവന്റെ ശരീരത്തിലേക്ക് അടിച്ചു കയറ്റി. ആമ നേരെ ICUവിലേക്ക് അവനെ കയറ്റി. രാത്രി 2 മണിയായപ്പോൾ അവൻ അതിനകത്തു നിന്ന് അവൻ പ്രത്യാശ വെച്ച ഭവനത്തിലേക്ക് പോയി. അയ്യോ, ഹലോ 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 മനുഷ്യ, ഇത്രയേ ഉള്ളൂ നിന്റെയും എൻ്റെ അവസ്ഥ. രാവിലെ നടന്ന് പനിയായിട്ട് നടന്ന് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളൊരു ചെറിയ മിഷൻ ഹോസ്പിറ്റൽ കാണിച്ചു. പറഞ്ഞു, ഇവിടെ ഇഞ്ചക്ഷൻ തരാം, അവിടെ പേരുക്കടയിൽ പൊയ്ക്കോണം. പേരുക്കടയിൽ നിന്ന് അവിടെ കൊണ്ടുപോയിട്ട് ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞു, പെട്ടെന്നൊന്ന് മെഡിക്കൽ കോളേജിൽ പോകണം. സ്വോത്രം. 10 മണിക്ക് നടന്നു പോയവനാ, പെട്ടെന്നൊന്ന് മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ തന്നെ 6 മണി വൈകുന്നേരം അവനെ IC കയറ്റി. രാത്രി 10 മണിക്ക് അവന്റെ ഡെഡ് ബോഡി പുറത്തെടുക്കുക. ഹേ മനുഷ്യ, നീ എത്ര പണം സമ്പാദിച്ചാല്, നീ എത്ര എക്സസൈസ് എടുത്താല്, നീ എത്ര മരുന്ന് കഴിച്ചാല്, ഹലോ മനുഷ്യ, നീ ഇനി ഹാർട്ട് മാറ്റിവെച്ചാല്, ലിവർ മാറ്റിവെച്ചാല്, കിഡ്നി മാറ്റിവെച്ചാല്, പാങ്ക്രിയാസ് മാറ്റിവെച്ചാല്, ഇനി എന്തൊക്കെ ചെയ്താല് മരണമെന്നറിയപ്പെടുന്ന നീരാളി എന്നെയും നിന്നെയും ഒരിക്കൽ വന്ന് പിടിക്കുമെന്നേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നമ്മൾ മരിക്കും. പക്ഷെ പ്രത്യാശയുള്ള ദൈവമക്കളുടെ ആശ്വാസം, മരണമില്ലാത്തൊരു ഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടാത്ത ഒരു കൂട്ടം പേരുണ്ടെങ്കിൽ അത് ദൈവമക്കളാ. നമ്മൾ അതും കൂടെ കേട്ട് നമ്മൾ ആരാധിക്കാൻ പോകും. സ്തോത്രം. ആരാ? ദൈവമക്കൾ മരണത്തെ ഭയപ്പെട്ടില്ല.
സ്നാപക യോഹന്നാന്റെ തലയെ ചിരച്ഛേദം ചെയ്തു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. യാക്കോബിനെ വാളുകൊണ്ട് വെട്ടി. തോമസിനെ കുന്തം കൊണ്ട് കുത്തി. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. വേണ്ട, ദൈവഭക്തന്മാരെ തിളപ്പിച്ച എണ്ണയിലേക്ക്, സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞു. ആമെ കാട്ടുമൃഗങ്ങളുടെ തോൽ ധരിപ്പിച്ച് നായാട്ട് പട്ടികളുടെ മുമ്പിൽ കടിച്ചു കീറുവാൻ ഇട്ടുകൊടുത്തു. ഹലോ മാമെ, വാക്കത്തി കൊണ്ടുവന്ന് ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളെ ചെത്തി മാറ്റി ഇഞ്ചിഞ്ചായി കൊന്നു. ആമെ ചുട്ടുപഴിപ്പിച്ച ഇരുമ്പിൻ കസേരയിൽ പിടിച്ചു കെട്ടി പച്ച മാംസത്തെ വാർത്തെടുത്തു. 6 അടി പൊക്കമുള്ള കുഴി കുടിച്ചിട്ട് ആമെ കഴുത്തോളം ഉമി നിറച്ച് ഇഞ്ചിഞ്ചായി കൊന്നു. പക്ഷെ ഒരു ഭക്തനും പറഞ്ഞില്ല എന്നെ കൊല്ലല്ലേ എന്നാരും പറഞ്ഞില്ല. അവർക്കറിയാം ഈ ലോകം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ശാശ്വതമല്ല, ഇവിടെ മരിക്കേണ്ടതാണ്. ഞങ്ങളുടെ ഭവനം സ്വർഗത്തിലാണ്. അതുകൊണ്ട് അവർ മരണത്തെ പേടിക്കാതെ അവർ സ്വീകരിച്ചു. തനിക്കെതിരെ കടന്നു വരുന്ന കല്ലുകളെ കണ്ടിട്ട് സ്തേഫാനോസ് എറിയല്ലേ എന്നല്ല പറഞ്ഞത്. ബൈബിൾ പറയുന്നവൻ പറയുന്നു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത്, പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് പ്രത്യാശയോട് പോയ ഭക്തന്മാർക്കറിയാം ഈ ലോകം ശാശ്വതമല്ല. ഈ ലോകം പകയുടെ ലോകമാ, പിണക്കത്തിന്റെ ലോകമാ, ജാരശങ്കയുടെ, ക്രോധത്തിന്റെയും ശാഠ്യത്തിന്റെയും ദ്വന്ദ്വപക്ഷത്തിന്റെയും ഭിന്നതയുടെയും അസൂയയുടെയും വെറിക്കൂത്തിന്റെയും വ്യഭിചാരത്തിന്റെയും കൊലപാതകത്തിന്റെയും പരിഹാസത്തിന്റെ ലോകമാ, രാഷ്ട്രീയത്തിന്റെ ലോകമാ, ജാതിയുടെ ലോകമാ, മതത്തിന്റെ ലോകമാ, വർഗീയതയുടെ ലോകമാ. അല്ലേ? ഈ ലോകം ഇനി നന്നാവോ? ഒരിക്കലും നന്നാവില്ല. സ്വോത്രം ചെയ്താട്ട് ഇനി ഏത് ഭരണപക്ഷി ഇവിടെ വന്നാലും ആര് ഭരിച്ചാലും ഈ ലോകം നന്നാകത്തില്ല. ഈ ലോകത്ത് ഇനിയും വെട്ടിപ്പേ നടക്കൂ. ഈ ലോകത്തിൽ ഇനിയും ആക്രമണങ്ങൾ നടക്കൂ. ഇനിയും ഈ ലോകത്ത് കൊലപാതകങ്ങൾ നടക്കൂ. ഇനി ഈ ലോകത്തിൽ അനിഷ്ട സംഭവങ്ങൾ നടക്കാരിയോ? പാപം ഈ ലോകത്തിൽ പെരുകിക്കഴിഞ്ഞിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതൊന്നുമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് പോകാനാ, അവിടെ നമ്മെ കൊണ്ടെത്തിക്കാനാ യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നു. ഒരു സ്തോത്രം ചെയ്ത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ആ ലോകത്തിന്റെ പ്രത്യേകത മാത്രം, ആ രാജ്യത്തിന്റെ പ്രത്യേകത മാത്രം പറയാം. ഈ ഭൂമിയെ ദൈവം നശിപ്പിക്കാൻ പോവാ. സ്തോത്രം. ഈ ഭൂമിയെ ദൈവം എന്ത് ചെയ്യാൻ പോവാ? ഈ ഭൂമി ഉറപ്പുള്ളൊരു ഭൂമിയല്ല. റോമിന്റെ നമുക്കറിയാം, ഇസ്രായേൽ 2ാമത്തെ രാജാവും മധുര ഗായകനും സംഗീതത്തിൽ അഗ്രഗണ്യനും കിന്നരവാൽ നിപുണനുമായി ദാവീദ് പറഞ്ഞു, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആര് കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആര് വഴി നടത്തും? സ്തോത്രം. അതിന്റെ അർത്ഥം താൻ പോലും പറയുകയാണ്, ഞാൻ ഭരിക്കുന്ന ഇസ്രായേൽ ഒരു ഉറപ്പുള്ള രാജ്യമല്ല. ഒരു വെള്ളപ്പൊക്കമോ, ഒരു കൊടുങ്കാറ്റോ, ഒരു പേമാരിയോ, ഒരു വനാഗ്നിയോ, ഒരു ഭൂകമ്പമോ, ഒരു ഭൂചലനമോ വന്നാൽ ഈ ലോകം നശിച്ചു പോകുമെന്നേ. ഒരു കൊറോണ വന്നാൽ മതി, ഒരു ചിക്കൻ ഗുനിയ വന്നാൽ മതി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒരു വൈറസ് കയറി വന്നാൽ മതി. മനുഷ്യ സ്വന്തം കുഞ്ഞിനെ പോലും കാണാൻ കഴിയാതെ എത്ര നമുക്കറിയാം. കൊറോണ സമയത്ത് അപ്പനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കുഴിച്ചു മൂടും, അമ്മയെ കൊണ്ടുപോയി കുഴിച്ചു മൂടും, മക്കളെ കൊണ്ട് കുഴിച്ചു മൂടും. എൻ്റെ കുഞ്ഞിനെ ഞാൻ പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞ അമ്മ പോലും ആ വൈറസ് വന്നപ്പോൾ പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരല്ലേ. ഞാൻ കണ്ടത് ഒരു പെറ്റമ്മ പോലും എൻ്റെ കുഞ്ഞിനെ കൊറോണ വന്ന സമയത്ത് ദൂരെ ഐസൊലേഷൻ വാർഡിൽ ഇട്ടേച്ചിട്ട് അമ്മ മാറി നിൽക്കുക. കുഞ്ഞമ്മേ ഇനി വാ അമ്മേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞില്ല, ഇപ്പം വരാൻ പറ്റത്തില്ല, നീ കൊറോണ പിടിച്ചിരിക്കുക, നിന്റെ അടുത്ത് വന്ന് എനിക്ക് കൊറോണ പിടിക്കുക. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ നിന്നെ മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവ കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ആ ദൈവം നിന്നോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന രാജ്യത്തെ പറ്റി മാത്രം കേട്ട് ആരാധിക്കാൻ പോവാ. 21 വെളിപ്പാട് പുസ്തകം 1 മുതൽ ഒരു വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാണ്ട് സമയമില്ല. വെളിപ്പാട് പുസ്തകം 21 1 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു നിർത്തി. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ട. എന്റെ അർത്ഥം ഇന്നത്തെ പാലേരിയും കാട്ടാക്കടയും തിരുവനന്തപുരം, എറണാകുളവും കേരളവും ഇന്ത്യയും അമേരിക്കയും ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും പാകിസ്ഥാനും ദുബായും ഖത്തറും ഇതൊക്കെ നശിച്ചു പോകാൻ പോകിയ പുതിയ ആകാശവും
പുതിയ ഭൂമിയും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനി ഇല്ല. അയ്യോ, ശംഖുമുഖം ഇനി ഇല്ലെന്ന് മിണ്ടുന്നില്ല. കോവളം ഇനി ഇല്ലെന്ന്. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പോയി കണ്ടോണം. പുതിയ രാജ്യത്ത് ചെല്ലുമ്പോ അവിടെ എന്തില്ല? സമുദ്രം ഇനി ഇല്ല. കരിങ്കല്ലൊക്കെ സമുദ്രം ഉള്ളതാ. ഞാൻ കരിങ്കൽ മീറ്റിങ്ങിന് വരുമ്പോൾ പോയി അവിടുത്തെ കടലിലൊക്കെ പോയി കാണാറുണ്ട്. സ്വോത്രം ചെയ്താണ് അല്ലെ. കൊല്ലങ്കോടും ഫ്രൈസിലോട് പൂവാറും. ഇനി അവിടെ സമുദ്രമില്ല. അടുത്ത് വായിച്ചേ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ ഏത് നഗരം? ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മോളെ, ഏത് നഗരം? പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരായ. അതിനകത്ത് ആർക്ക് പ്രവേശനമില്ല? അശുദ്ധിയിൽ ജീവിക്കുന്നവന് പ്രവേശനമില്ല. 1 കൊരിന്ത്യർ 6:9 പറയുന്നു, ദുർനടപ്പുകാർ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, സ്വോത്രം വിഗ്രഹാരാധികൾ. സ്വോത്രം ചെയ്താട്ടെ. സമയമില്ലാത്തോണ്ട് അല്ലേ വായിച്ച് വിശദീകരിച്ച് തരാമായിരുന്നു. സ്വോത്രം ചെയ്താട്ടെ. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യ അവകാശമാക്കുകയില്ല. ആർക്കാണ് ആ രാജ്യം? വിശുദ്ധ ഭൂമിയാണത്. അശുദ്ധി ഉള്ളവർക്ക് അവിടെ പ്രവേശനമില്ല. നീ വിശുദ്ധനാകണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാലേലി ദേശമേ, നിന്റെ പാപത്തിന്റെ കറ മായ്ക്കപ്പെടണം. പാപത്തിന്റെ കറ മാറ്റപ്പെട്ട നീ ഒന്നാമേ വായിക്കണം. അപ്പോസ്തലപ്രവൃത്തി 2:37 നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനം പെന്തക്കോസ്തിന്റെ ഉപദേശമല്ല, സ്നാനം ക്രിസ്ത്യാനിയുടെ ഉപദേശമല്ല, സ്നാനം ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശമാണ്. ആമേൻ. ഉളിയ പരിപത്തി പറയാൻ കേട്ടില്ലെന്ന് പറയില്ലല്ലോ. എന്താ സ്നാനം? 1 മത്തായി 28:18 യേശു മാതൃക കാണിച്ചു തന്നതാണ് സ്നാനം. തീർന്നില്ല. യേശുവിന്റെ അന്ത്യ കൽപ്പനയാണ് സ്നാനം. മത്തായി 28:18 മത്തായി 3:15 യേശു മാതൃക കാണിച്ചു തന്നതാണ് സ്നാനം. ലൂക്കോസ് 7:30 ദൈവത്തിന്റെ ആലോചനയാണ് സ്നാനം. എന്തിന് സ്നാനപ്പെടണം? ആര് സ്നാനപ്പെടണം? സ്നാനപ്പെടുന്നവന്റെ യോഗ്യത എന്ത്? സ്നാനപ്പെടുന്നത് കല്യാണം കഴിക്കാനല്ല, സ്നാനപ്പെടുന്ന രോഗസൗഖ്യം കിട്ടാനല്ല, സ്നാനപ്പെടുന്ന വീട് പണി നടക്കാനല്ല, സ്നാനപ്പെടുന്ന വിസ പാസ്സാകാനല്ല, സ്നാനപ്പെടുന്നത് SLCയും +2 പാസ്സാകാനല്ല. പിന്നെ അപ്പോസ്തലപ്രവൃത്തി 2:37 നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് സ്നാനം. റോമാലേഖനം 6:2 ക്രിസ്തുവിനോട് ചേരാനാണ് സ്നാനം. ഒരു സ്തോത്രം ചെയ്താട്ടെ. ഗലാത്യർ 3:27 ക്രിസ്തുവിനെ ധരിക്കുവാനാണ് സ്നാനം. എഫെസ്യർ 5:26 നമ്മെ തന്നെ വെടിപ്പാക്കാനാണ് സ്നാനം. കൊലോസ്യർ 2:12 റോമർ 6:4 അവന്റെ മരണത്തിൽ പങ്കാളിയാകാനാണ് സ്നാനം. 1 പത്രോസ് 3:20 ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കാണ് സ്നാനം. സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. അത് 1 പാപമോചനത്തിന്, 2 ക്രിസ്തുവിനോട് ചേരാന്, 3 ക്രിസ്തുവിനെ ധരിക്കാന്. ഒരു സ്തോത്രം ചെയ്താട്ട്. 4 അവന്റെ മരണത്തിൽ പങ്കാളിയാകാന്, 5 നമ്മെ വെടിപ്പാക്കാന്, 6 അവനോടുള്ള നല്ല മനസാക്ഷിക്ക. സ്നാനപ്പെടേണ്ട യോഗ്യത പള്ളി വന്നത് കൈയടിച്ചതും കാണിക്കേട്ടതുമല്ല, 1 മാനസാന്തരപ്പെട്ടതാ. ഒരു സ്തോത്രം ചെയ്ത് മാനസാന്തരപ്പെട്ടവനാ സ്നാനം. 2 മാർക്കോസ് 16:16 വിശ്വസിക്കുന്നവനാ സ്നാനം. ഒരു സ്തോത്രം ചെയ്താണ്. സ്നാനപ്പെട്ടാൽ നിനക്കൊരു വലിയ പദവി കിട്ടും. എന്താ പദവി? യേശു സ്നാനമേറ്റ് ഇറങ്ങിയ ഉടനെ, കയറിയ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേന വന്നിട്ട് പറയുക, ഇനി ഇവൻ എൻ്റെ പ്രിയപുത്രൻ. സ്തോത്രം ചെയ്താട്ട്. സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ റേഷൻ കാർഡിൽ നിന്റെ പേരില്ലെങ്കിൽ, വാർഡ് മെമ്പർ നിന്റെ പേര് വെട്ടിയാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് നിന്നെ ചൂടായാൽ, സ്ഥല MLAക്ക് നിന്നെ മനസ്സിലായില്ലെങ്കിൽ, MP നിന്നെ കണ്ട പാപം കാണിച്ചില്ലെങ്കിൽ, നീ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ ഇവിടെ മാത്രം വകയല്ല, നീ ദൈവരാജ്യത്തിന്റെ വകയായി കഴിഞ്ഞു. കരമടിച്ചു ആ ദൈവത്തെ സ്തുതിച്ചാട്ട്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. അന്തരാധരാധരാധര വൈഷ്യാരാധര. പിന്നെ നിന്റെ ആയുസ് നിത്യതയിൽ യേശുവിനോടുകൂടെ എല്ലാവരും